മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 9 ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കായുടെ സുവിശേഷം 4 അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ മനോഹരമായിട്ട് ഇന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു പ്രവാചകനും സ്വദേശത്ത് സ്വീകരിക്കപ്പെടില്ല എന്ന, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ കൃപയുടെ ഉറവിടമായി തീരില്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. വിവാദപരമായിട്ടുള്ള 2 കാര്യങ്ങൾ ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നു. അതിലൊന്ന്, ഏലിയായുടെ കാലത്ത് കഠിനമായ ക്ഷാമമുണ്ടായപ്പോൾ ഏലിയായ്ക്ക് ഭക്ഷണം കൊടുത്തത് വിജാതീയായ ഒരു സ്ത്രീയാണെന്ന്. സറഫാത്തിലെ ഒരു വിധവയുടെ അടുക്കലേക്ക് ഏലിയ അയക്കപ്പെട്ടു എന്ന് പറയുന്നു. എലീശായുടെ കാലത്ത് നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി, വിജാതീയനായ കുഷ്ഠരോഗി, ഒത്തിരിയേറെ കുഷ്ഠരോഗികൾ ആ നാട്ടിലുണ്ടായിരുന്ന യഹൂദരിൽ പോലും അവരാരും സുഖപ്പെട്ടില്ല. വിജാതീയനായ നാമാൻ മാത്രം സുഖപ്പെട്ടുവെന്ന 2 വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഈശോ അവരെ ഓർമ്മപ്പെടുത്തേൻ. യഹൂദർ തിരസ്കരിക്കപ്പെട്ടതിനെ കുറിച്ച് യേശു ഈ കാര്യങ്ങൾ പറയുമ്പോൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ അവനെ മലയിൽ നിന്നും തള്ളിയിടാനായിട്ട് നോക്കിയെന്ന്. നസ്രത്തിലെ മല എന്ന് പറയുന്നത് വലിയ മലകളൊന്നുമല്ല, ചെറിയ മലകളാണ്. അവനെ തള്ളിയിടാൻ നോക്കി എന്ന് പറയുന്നത് അവനെ കല്ലെറിയാൻ നോക്കി എന്നതിന് തുല്യമാണ് എന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഈശോ പിന്നീട് ഒരിക്കലും നസ്രത്തിൽ വന്നതായിട്ട് ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നില്ല. ദൈവം ഒരിക്കലും വിജാതീയരായവരെ തിരഞ്ഞെടുക്കരുത് തിരഞ്ഞെടുക്കില്ല എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈശോ ഇവിടെ തുറന്നു കാണിക്കുകയാണ്, ദൈവത്തിന് പക്ഷപാതമില്ല എന്ന്. ദൈവം ആഗ്രഹിക്കുന്നവരെ അവിടെ നിന്ന് സ്വീകരിക്കുന്നു. ദൈവത്തിനിടപെടൽ എല്ലാ മനുഷ്യരിലും ഉണ്ടാകുമെന്ന ഈശോ എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 18 വാക്യം നമ്മൾ വായിക്കുന്നു, താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നുവെന്ന് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നവരുടെ മേൽ ദൈവം തൻ്റെ കരുണ കാണിക്കും. ഈശോ സ്വദേശത്ത് വരുമ്പോൾ അവർ പറയുന്നത് അടയാളങ്ങൾ കാണിക്കാനാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനാണ്. വചനം കേട്ടിട്ട് വിശ്വസിക്കാതെ, വചനം കേൾക്കാൻ താല്പര്യപ്പെടാതെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം അന്വേഷിക്കുന്ന ഈ തലമുറയ്ക്ക് ഈശോ കൊടുക്കുന്ന മുന്നറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷം. നമുക്കിന്ന് വചനം വേണ്ട, നമുക്ക് അത്ഭുതങ്ങൾ മതി, അടയാളങ്ങൾ മതി, കാര്യങ്ങൾ നടന്നാൽ മതി. പക്ഷെ ഈശോ പറയാണ്, വചനമാണ് നിന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് നിനക്ക് ഉണ്ടാകേണ്ടത് എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ എങ്ങനെ സ്വീകരിക്കണം യേശുവിനെ എന്ന്. നസ്രത്തിലെ തിരസ്കരണം ഇന്നും നടക്കുകയാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും. നസ്രത്തിലെ ആ ജനത യേശുവിനെ തിരസ്കരിച്ചതുപോലെ ഇന്നും ഈ തിരസ്കരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലേ? നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാത്ത, അനുരഞ്ജനമില്ലാത്ത, കുമ്പസാരമില്ലാത്ത ഒരു ജീവിത ശൈലിയൊക്കെ ഞാൻ അവലംബിക്കുമ്പോൾ ഈ തിരസ്കരണം എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നുവെന്ന് മറക്കരുതേ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. സുവിശേഷം നിരാകരിക്കുക എന്നത് നാശത്തിൻ്റെ തുടക്കമാണ്. ദൈവത്തിൻ്റെ വചനം നിരാകരിക്കുക എന്നുള്ളത്, ദൈവത്തിൻ്റെ വചനം ഒരു കുടുംബത്തിൽ വായന എന്ന് നിൽക്കുന്നുവോ അന്ന് ആ കുടുംബത്തിൻ്റെ വീഴ്ച ആരംഭിക്കുകയാണ്. ഒരു ദൈവ പൈതലായി ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചന പാരായണം എന്ന് നിർത്തുന്നുവോ അന്നു മുതൽ
എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ തകർച്ച ആരംഭിക്കുകയാണെന്ന് ഓർക്കണം. കാതുകളിലേക്ക് വചനം കടന്നു വരുമ്പോൾ അതാണ് രക്ഷയുടെ ദിവസം. നമ്മുടെ കാതുകളിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വായിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കാം, നമ്മൾ സ്വന്തമായി വായിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കാം. കാതുകളിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ അന്നു മുതൽ രക്ഷയുടെ ദിനം ആരംഭിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിജാതീയർക്ക് രക്ഷയും അത് യഹൂദർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. സറഫാത്തയിലെ വിധവ വിജാതീയായ സ്ത്രീയാണ്. നാമാൻ വിജാതീയനായ മനുഷ്യനാണ്. അവരുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ഇന്നിലും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മക്കൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ പുറത്ത് ദൈവം തൻ്റെ വചനത്താൽ അവരെയൊക്കെ വിജാതീയരായ മക്കളെയൊക്കെ അനുഗ്രഹിക്കുന്നത് കാണാം. കുടുംബ മഹിമ പറഞ്ഞിരുന്നത് കൊണ്ട് രക്ഷപ്പെടില്ല. കുടുംബാത്മ്യം കൊണ്ട് ഒരുവന് രക്ഷപ്പെടില്ല. മറിച്ച യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വായിക്കുകയും നിവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷ പ്രാപിക്കും. ഇന്നലകളിൽ യേശുവിനെ അറിഞ്ഞവൻ ഇന്നിൽ അത് സാക്ഷികളാകുന്നത് നിന്റെ മുമ്പിൽ കാണുമ്പോൾ സ്വർഗം നിന്നോട് ആവശ്യപ്പെടുകയാണ്, നീ ചെയ്യേണ്ട വേലകൾ. വചനം തിരസ്കരിച്ചത് മൂലം, വചനമില്ലാത്തത് മൂലം നീ ഇങ്ങനെ ഒരു സൈഡിലേക്ക് തിരസ്കൃതനായിട്ട് മാറുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇന്ന് ദിനത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ വചനം തിരിച്ചു വരാൻ വേണ്ടി, ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.